ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിങ്ങനെ പോകുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ലോങ് വീഡിയോസ് കുറവാണ്, എന്നാലും ലോങ് വീഡിയോസ് ഞാൻ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം ഇത്തിരി മോശമായതുകൊണ്ടാണ് നമ്മൾ ലോങ് വീഡിയോസ് അങ്ങനെ ഇടാനായിട്ട് നോക്കാത്തത് കേട്ടോ. പിന്നെ പുറത്തൊന്നും പോകാത്തതൊക്കെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ടാണ്. അതൊക്കെ ശരിയാവുമ്പോൾ നമ്മൾ പുറത്ത് പോയിട്ടുള്ള വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൽഫ് പാമ്പറിങ് ഒരു റൂട്ടീൻ പോലെയാണ് കാണിച്ചു തരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നും നമ്മൾ തല കഴുകുന്നത് എപ്പോഴും നമ്മൾ എങ്ങനെയാണ് എണ്ണ യൂസ് ചെയ്യുന്നത്, ഞാൻ എന്തൊക്കെയാണ് ഇതിൽ ചെയ്യുന്നത്. ഞാനൊരു ഡാർക്കർ സ്കിന്നിലേക്ക് വന്നിട്ടുള്ള ഒരാളാണല്ലോ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് എന്നെ പോലുള്ള ഡാർക്കർ സ്കിന്നുകാർക്ക് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം, അതുപോലെ തന്നെ എൻ്റെ ഏജിലായിട്ടുള്ള ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്താൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു നല്ലൊരു സ്കിന്നായിട്ട് നമുക്ക് നിലനിൽക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ളൊരു ചെറിയൊരു സെൽഫ് എൻ്റെ ഒരു പാമ്പറിങ് റൂട്ടീൻ, സെൽഫ് സ്റ്റെപ്സ് എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റുകൾ കൊടുക്കാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ ദിവസങ്ങളിൽ ഞാൻ ഒരു 3 days കൂടുമ്പോഴാണ് ഇവിടെ തല കുളിക്കാറുള്ളൂ. അതായത് 3 ദിവസം കൂടുമ്പോഴാണ് ഞാൻ എൻ്റെ തല നനച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് എണ്ണയൊക്കെ തേച്ച് ഷാമ്പൂ ചെയ്ത് കണ്ടീഷൻ ചെയ്ത് ഒക്കെ വയ്ക്കാറ്. എന്നും തല കുളിക്കുന്ന ആ ഒരു സിസ്റ്റം ഉണ്ട്. ചെറുപ്പത്തിൽ അങ്ങനെയാണ് എന്നും ചെയ്തിരുന്നത്. ചെറുപ്പത്തിലൊക്കെ ഞാൻ താളി ഇട്ടിട്ടാണ് കുളിച്ചിരുന്നത്. ഇപ്പം താളിയൊന്നുമില്ല, ഷാമ്പൂ ഇട്ടിട്ടാണ് കുളിക്കുന്നത്. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ സാഹചര്യം ഇല്ല താളി ഉണ്ടാക്കാനും അത് തേക്കാനും ഒന്നും സാഹചര്യം ഇല്ലാത്ത കാരണം നമ്മൾ ഷാമ്പൂ കണ്ടീഷൻ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പിന്നെ തലയിൽ കുറച്ച് താരനുണ്ട്, അപ്പോൾ അതിനുള്ള ഒരു ചെറിയ ഷാമ്പു ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതും പറഞ്ഞു തരാം എന്താ ചെയ്യണമെന്നുള്ളത്. പിന്നെ അപ്പോൾ എന്നും നമ്മൾ തല കുളിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ തലയിലെ മോയ്സ്ചർ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്ക് തലയിലുള്ള എണ്ണയുടെ അംശങ്ങളൊക്കെ കുറയും, ഒന്നുകൂടി ഡ്രൈ സ്കാൽപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി 2 ദിവസം കൂടുമ്പോൾ തല നനയ്ക്കാൻ നല്ലത്. ദേഹം എന്നും 2 നേരം കുളിക്കണം, അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഞാൻ മുഖത്ത് എന്തെങ്കിലും ഒരു എണ്ണ തേച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് എന്തെങ്കിലും ഒരു കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും ഒരു ക്രീം പോലെ ആക്കിയിട്ട് പേസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട്, അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കടലമാവ് അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ച് അത് കളയും. അതൊക്കെയാണ് നമ്മുടെ ഈ സ്കിന്നിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. അതല്ലാതെ ദിവസവും ഒരു 8 ഗ്ലാസ് വെള്ളം നിർബന്ധമായിട്ട് നമ്മൾ കുടിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഐഡിയൽ, നമ്മുടെ ഒരു ശരീരത്തിന് ഒരു 8 ഗ്ലാസ് വെള്ളം, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 8 ഗ്ലാസ് വെള്ളം അത്യന്താപേക്ഷിതമാണ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നതല്ല. അതുപോലെ തന്നെ ഒരു 8 ഗ്ലാസ് വെള്ളം എന്നും കുടിക്കുക. പിന്നെ നല്ല ഫുഡ് കഴിക്കുക, വീട്ടിലുണ്ടാക്കുന്ന ഫുഡ്. ഇപ്പോൾ നമ്മൾ ഇവിടെ താമസിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തുനിന്ന് കഴിക്കാനുള്ള ടെൻഡൻസി ഒക്കെ നമുക്ക് ഉണ്ടാവും. ഇവിടെ വീക്കിലി നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കാറുണ്ട്. ജസ്റ്റ് നമുക്ക് അതാണ് ഒരു റിലാക്സേഷൻ പറഞ്ഞിട്ട് ആകെ കൂടിയുള്ളൊരു മാർഗം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്ത് പോയിട്ട് ഒരു ആഴ്ചയിൽ 8 ദിവസമെങ്കിലും നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാം. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ചായാലും ഡിന്നറായാലും ഇടയ്ക്കുള്ള ടീ ഒക്കെ ആണെങ്കിലും നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ വരുത്തിയിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയാനായിട്ടാണെങ്കിൽ, ഞാൻ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1.5 month ആയിട്ടുണ്ട്. 1.5 മാസമായിട്ട് ഞാൻ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ചേഞ്ചസ് ഉണ്ട്. പക്ഷെ നമുക്ക് ചായ കുടിക്കുമ്പോൾ ഭയങ്കര ക്രേവിങ് ആണ്. ഇപ്പം ഞാൻ 1.5 മാസമായിട്ട് പോലും എനിക്ക് ഷുഗർ കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതായത് ഇപ്പോൾ ഒരു ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ ജ്യൂസിൽ ഷുഗർ ഇട്ടിട്ട് കഴിച്ചാൽ എങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഐസ്ക്രീം കഴിക്കാനുള്ള ടെൻഡൻസി, ചായ കുടിക്കുമ്പോൾ പുറത്ത് പോയി ചായ കുടിക്കുമ്പോൾ ഷുഗർ ഇട്ടൊന്ന് കഴിച്ചാലോ എന്നൊരു ആഗ്രഹം. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിനെ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് ഷുഗർ കഴിക്കാതെ നോക്കാന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആവാണല്ലോ, ഓരോ സ്റ്റെപ്സ് കഴിയുമ്പോഴും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് പഠിപ്പിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. ഷുഗർ കട്ട് ചെയ്യുക, ഭക്ഷണത്തിൽ പോർഷൻ കൺട്രോൾ ചെയ്യുക, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളിന്ന് ചെയ്യുന്നത് നമ്മുടെ സെൽഫായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് ആദ്യം തലയിൽ എണ്ണ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. ഈ നെയ്യ് ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ ചുണ്ടിലൊന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് എൻ്റെ ചുണ്ടിന് കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട്.
അപ്പൊ ഞാൻ ഇടയ്ക്ക് ഈ ഇതൊന്ന് ചെയ്ത് വെക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആവുമ്പോൾ കൂടുതൽ പൊട്ടാനൊക്കെ സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ചുണ്ടില് കുറച്ച് നെയ്യ് തേക്കും. ഇവിടെ കണ്ണാടി ഇല്ലാത്ത കാരണം ഓവറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നേ കുഴപ്പമില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പം കുറച്ച് നെയ്യ് തേക്കും കേട്ടോ. ബാക്കി നെയ്യിനെ വേണമെങ്കിൽ കഴിക്കാം. നല്ലതാ, നെയ്യ് കഴിക്കുന്നത് നല്ലതാ, നമ്മുടെ സ്കിന്നിന് നല്ലതാ. വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഫാറ്റാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കേട്ടോ. എൻ്റെ തലമുടി ഞാൻ നന്നായിട്ടൊന്ന് ചീകി വെച്ചിട്ടുണ്ട്. അതിൽ അത്യാവശ്യം ജടയൊന്നുമില്ല. ജട ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വെച്ച മുടി എന്തായാലും നമ്മൾ എണ്ണ തേക്കുമ്പോൾ അതിൽ പോകുന്നോളും, നല്ല ക്ലീൻ ആയിട്ട് പോകുന്നു. അപ്പോൾ പിടിച്ച് വലിക്കാതെ നമ്മൾ സോഫ്റ്റ് ആയിട്ട് തലമുടി നന്നായിട്ട് ഈടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ തലയിൽ നിന്ന് അത്യാവശ്യ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് അതായത് ഈ സ്കാൽപ്പിൽ മാത്രം എണ്ണ അപ്ലൈ ചെയ്യാണ്. അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ എണ്ണ അപ്ലൈ ചെയ്യണം കേട്ടോ. അത് സാധാരണ വെളിച്ചെണ്ണ കുറച്ച് ലൈറ്റായിട്ട് ചൂടാക്കിയതിന് ശേഷം തലയുടെ സ്കാൽപ്പിൽ തേക്കുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവും. നമ്മുടെ മുടി പൊട്ടാതെ, അതായത് മുടിക്ക് നല്ല ഇത്തിരി ഹെൽത്തി ആയിട്ടുള്ള മുടി. അപ്പൊ നമ്മുടെ മുടി ഇങ്ങനെ ഒരെണ്ണം എടുത്ത് നോക്കുമ്പോൾ എന്തായാലും നമ്മുടെ മുടി ഇങ്ങനെ കിട്ടും. നമ്മളിങ്ങനെ കിട്ടണില്ല, സാധാരണ അറിയാൻ മുടി കിട്ടാറുണ്ട്. കിട്ടുമ്പോൾ ഇങ്ങനെ മുടി ഒന്നിങ്ങനെ പിടിച്ച് വലിച്ചു നോക്കാം. ഇലാസ്റ്റിക് പോലത്തെ അവസ്ഥയാണ്. അത് പെട്ടെന്ന് പൊട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ നന്നായിട്ട് മോയ്സ്ചർ ഉണ്ട് എന്നാണ് അർത്ഥം. അതായത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ. പെട്ടെന്ന് പൊട്ടാണെങ്കിൽ മോയ്സ്ചർ ഇല്ലാത്തൊരു ഡ്രൈ അവസ്ഥയിലാണ് മുടി നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ മുടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, സാധാരണ പാരഷൂട്ടാണ് തേക്കാറ്. പക്ഷെ ഇപ്പൊ ഞാനൊരു വെർജിൻ കോക്കനട്ട് ഓയിൽ വാങ്ങിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം മുടിയിൽ തേക്കാം. വളരെ കുറച്ച് എമൗണ്ട് വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടു. ഞാൻ എൻ്റെ സ്കാൽപ്പിലൊക്കെ തേച്ച് കാണിച്ചു തരാം. തേക്കുള്ളൂ. ഞാനിങ്ങനെ ഈ വീട്ടില് ഇവിടെയാണ് കുറച്ച് വെളിച്ചമുള്ള ഒരു സ്ഥലമുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. പണ്ടൊക്കെ നെറിയില് വെളിച്ചെണ്ണ ഇടും. പണ്ടൊക്കെ നമ്മൾ മുടി കയ്യിലൊരു കുമ്പിള് വെളിച്ചെണ്ണ എടുത്തിട്ട് നെറിയില് ആദ്യം പൊത്തി വയ്ക്കും. അത് സ്ഥിരം എൻ്റെ അപ്പാത്തി എൻ്റെ അച്ഛൻ ചെയ്യും. എൻ്റെ അച്ഛൻ നല്ല വിളിക്കാറ്, അപ്പന്നാണ് വിളിക്കാറ്. എൻ്റെ അപ്പാത്തി സ്ഥിരം അങ്ങനെ വെളിച്ചെണ്ണ തേച്ച് തലയിൽ താളിയിട്ട് കുളിപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ സ്കൂളിൽ വിടാം. അതിന്റെ ഫലമൊക്കെ ആയിരിക്കും ചിലപ്പോൾ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മുടി എനിക്ക് ഇപ്പോൾ ഉള്ളത്. അല്ലാതെ ഞാൻ നോക്കിയതിന്റെ ഫലമായിട്ടുള്ളതാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് ഹെറിഡിറ്ററി ആണ്. അമ്മയ്ക്കൊപ്പനൊക്കെ ആവശ്യത്തിന് മുടിയുള്ളതാണ്. നമ്മുടെ ശ്രദ്ധ കൊണ്ടാണ് മുടിയൊക്കെ കൊഴിഞ്ഞു പോണെന്ന് മാത്രം. അതിനുശേഷം ഞാനെല്ലാം മടിയിൽ വെച്ചേക്കേണ്ടതാണ്. അതിനുശേഷം നമ്മുടെ മുടി എല്ലാം അവിടെ നന്നായിട്ട് മസാജ് ചെയ്ത് ഒന്ന് കൊടുക്കുക. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ മസാജ് ചെയ്യട്ടോ. ജസ്റ്റ് എനിക്കത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ മുടിയുടെ വന്നിട്ട് എണ്ണ വയ്ക്കാം കേട്ടോ. എൻ്റെ മുടി ഇപ്പോൾ പഴയ പോലത്തെ കട്ടിയോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഉള്ള മുടി ഇത്തിരി ഹെൽത്തിയായിട്ട് നിൽക്കുന്നുണ്ട്. ഭയങ്കര ഫ്രിസി ഹെയറാണ്. എന്നാലും തലയുടെ എല്ലാ ഭാഗത്തും നമ്മൾ എണ്ണ തേച്ചിട്ടുണ്ട്. അതിന് ശേഷം കോമ്പ് ഉപയോഗിച്ചിട്ട് നന്നായി സ്കാൽപ്പ് തട്ടിയിടാം കേട്ടോ. ഒരു ഷേപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ നടുവിനെ വടച്ചിലെടുത്തിട്ട് നമ്മൾ നന്നായി സ്കാൽപ്പ് നന്നായി തട്ടിയിട്ട് ഇരുന്ന് സോഫ്റ്റ് ആയിട്ട് ഇരുന്നെങ്കിൽ ഹാർഡായിട്ടൊന്നും ഇരണ്ട. നമ്മുടെ കയ്യും അതിൻ്റെ കൂടെ തന്നെ അതൊക്കെ ഊതിയിട്ടിട്ട് മുടിക്കും ഒരു സമാധാനം കേട്ടോ. മുടി അധികം കൊഴിഞ്ഞിട്ടില്ല. സാധാരണ കൊഴിയാറുണ്ട്, നിറയെ കൊഴിയാറുണ്ട്. മുടി തിക്നെസ് ഒന്നുമില്ല, പക്ഷെ ഉള്ള മുടി സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് തോന്നുന്നു. അങ്ങനെ ഹാർഡായിട്ടുള്ള വാട്ടറില്ല. അപ്പോൾ മുടി കൊഴിയും, ഫ്രിസി ആവും, കുറച്ചുകൂടി ഒരു ഡ്രൈ സ്കിന്നാവും. പിന്നെ നമ്മൾ അതുപോലെ സ്മൂത്തനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ നിർത്താം. പക്ഷെ ഞാൻ അത് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ എഫക്റ്റ് കൊണ്ട് മുടി കൊഴിഞ്ഞു പോകുന്ന പേടിച്ചിട്ട് ഞാനതൊന്നും കെരാറ്റിൻ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല.
ചെയ്യണം ആഗ്രഹമുണ്ട്, ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷെ എൻ്റെ മുടി പോകുന്നുള്ള പേടി കൊണ്ട് ഞാൻ ചെയ്യാണ്ടിരിക്കുക. ഇനി ഇതുപോലെ തന്നെ ഈ സൈഡ് നമുക്കൊന്ന് നന്നായിട്ട് ഈയെടുക്കാം. കുറച്ച് മുടിയൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇതൊന്നും പറയാനില്ല. എത്ര മുടി കൊഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മുടി ഒക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് വേറെ സ്ഥലത്ത് നിന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമുക്കിങ്ങനെ എന്താ പറയാ, റിംഗ് ലൈറ്റ് ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഉള്ള സ്ഥലത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും വേണം. എന്നാ അതെ, മുടിയുടെ അറ്റങ്ങള്, മുടിയുടെ ആ ഒരു ഭയങ്കര കുറേ ഉള്ളുള്ള പോലെ തോന്നുന്ന ചെയ്തപ്പോ ഇത് ഭയങ്കര ഒട്ടിയിരിക്കാണ്. എന്താ വെച്ചുകൊണ്ട് മുടി വെട്ടണം എന്ന് ആഗ്രഹമുണ്ട്. കുറച്ചൊരു ലെയർ കട്ടാണ് മുടി. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല കട്ടിയുണ്ട്, ഇവിടെ തോന്നും കട്ടിയില്ല കട്ടിയില്ല കട്ടിയില്ല, അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്റെ മുടി ആകെ കൊഴിഞ്ഞത് ഇത്രയാണ് കേട്ടോ. കുറച്ച് നാള് ഞാൻ ട്രൈ ചെയ്തിട്ടാണ് ഇത്രയ്ക്കാക്കിയത്. ഇതിന് മുന്നേ നിറയെ മുടി കൊഴിഞ്ഞു വരുന്നു. ഇത് ഞാൻ ഓരോ പ്രാവശ്യം മുടി ഈരി കഴിഞ്ഞ താഴേന്ന് മുടി കിടക്കുന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി. ഇത്ര മുടി കൊഴിഞ്ഞു പോകാൻ ഈശ്വര, ഞാൻ എൻ്റെ മുടി എങ്ങനെ ഞാൻ ശരിയാക്കി എടുക്കുന്ന ആലോചിച്ചിട്ട് ഭയങ്കര വിഷമായിരുന്നു. ഏകദേശം ഒരു കുറച്ച് മുടി കൊഴിഞ്ഞു വരുമ്പോൾ ഭയങ്കര സന്തോഷം. ഇനി ലെവൽ ചെയ്ത് ഒപ്പം വെട്ടിയിട്ട് നടത്താറുണ്ട്. മുടി മിക്കതും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട് ചെയ്യും. ഇതാണ് നമ്മുടെ തലയിലെ പാമ്പറിങ് ചെയ്യുന്നത് കേട്ടാ. ഇനി ഞാൻ തല കഴുകുന്നത്, തലമുടി എങ്ങനെ വാഷ് ചെയ്യണമെന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ തലയുടെ മുടിയുടെ സെക്ഷൻ കഴിഞ്ഞിട്ട് തലമുടി ഞാൻ നന്നായി വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇളം ചൂടില് വെള്ളത്തിൽ തല കഴുകും. ശരിക്കും നല്ല തണുത്ത വെള്ളത്തിൽ കഴുകുന്നത് നല്ലതെന്ന് പറയും. പക്ഷെ എനിക്ക് പെട്ടെന്ന് ജലദോഷം വരും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ എങ്ങനെയാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി അതുപോലെ അനുസരിച്ചുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് തലയിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കണ്ടീഷണർ ഷാമ്പു എടുക്കും. ഷാമ്പു എൻ്റെ മുടിയിൽ എണ്ണ പോകുന്ന അത്രയും ഷാമ്പു എടുക്കും. അതായത് ഇപ്പൊ ഒരു കുറച്ചധികം ഒരു 3-4 ഡ്രോപ്സ് ഷാമ്പു എടുക്കും. അതിന്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ താരന്റെ ഒരു ഷാമ്പു ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഷാമ്പു ലൂറിയലിന്റെ ഷാമ്പു ആണ്, ഒരു വയലറ്റ് കളർ ഷാമ്പു. നല്ല ഷാമ്പു കേട്ടത്. ഞാൻ അങ്ങനെ പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, എനിക്ക് ഉപയോഗിച്ചിട്ട് ഭയങ്കര നല്ല ഷാമ്പു ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള സാധനം. അതിന്റെ തന്നെ കണ്ടീഷണറും. പിന്നെ നമ്മുടെ നിസറോൾ ഷാമ്പു, അത് നിസറോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ കിട്ടും, ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. നിസറോൾ ഷാമ്പു അതിന്റെ ഒരു 2-3 ഡ്രോപ്സ് അതും കൂടി ഞാൻ അതിൽ മിക്സ് ചെയ്തിട്ടാണ് തലയിൽ തേച്ച് കുളിക്കാറ്. അതിനുശേഷം ഈ ലോറിയലിന്റെ തന്നെ കണ്ടീഷണർ, അത് നിങ്ങൾക്ക് ഏതെങ്കിലും കണ്ടീഷണർ നിങ്ങൾക്ക് പറ്റുന്ന കണ്ടീഷണർ നിങ്ങൾ ഉപയോഗിക്കാം. എന്നിട്ട് അപ്പോൾ നല്ല ഇതായിരിക്കും മുടി, നല്ല തലയിലെ എണ്ണ പോവും, അഴുക്ക് പോവും. താരനുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ നിസറോൾ ഷാമ്പു കൊടുക്കുന്നുണ്ട്. അപ്പൊ രണ്ടും ആകുമ്പോൾ നമ്മുടെ തല ഭയങ്കര ക്ലീൻ ആവും. 2-3 ദിവസത്തേക്ക് നമുക്ക് പിന്നെ തലയോട്ടിയെ പറ്റി നമുക്ക് ചിന്തിക്കാൻ വേണ്ട. അപ്പൊ നമ്മുടെ തലയുടെ സെക്ഷൻ കഴിഞ്ഞു. ഇനി മുഖത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് കൂടെ നിങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ മുഖത്ത് നമുക്ക് പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം. അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് മുഖത്ത് കൂടി ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇത് ദോശമാവിന്റെ കുറച്ച്, ചിരിക്കരുത്, കാരണം വെച്ച് കഴിഞ്ഞാൽ ദോശമാവ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിക്കും. കാരണം വെച്ചാൽ ഇത് റൈസ് ഫെർമെന്റ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫെർമെന്റ് ചെയ്ത റൈസിനുണ്ട് നല്ല ഗുണങ്ങളുണ്ട്. ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മുടെ സ്കിന്നിനായാലും സ്കാൽപ്പിനായാലും ഒക്കെ നല്ലതാ. അപ്പം ഫെർമെന്റ് ചെയ്തതായതുകൊണ്ട് ദോശമാവ് എടുത്തിട്ടുണ്ട്, അതിൽ ഉഴുന്നുണ്ട്. ഉഴുന്ന് നല്ലൊരു ഏജന്റ് ആണ് നമ്മുടെ സ്കിന്നിനൊക്കെ. പിന്നെ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്, ആന്റി ഓക്സിഡന്റ് ഉള്ളതാണ് കാപ്പിപ്പൊടി എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ സ്കിൻ ഓയിലി ആയതുകൊണ്ട് തൈര് എടുത്തിട്ടുണ്ട്. കുറച്ച് മോയ്സ്ചറും കുറച്ച് എന്താ പറയാ സ്കിൻ സോഫ്റ്റ് ആവാനൊക്കെ തൈര് നമുക്ക് നല്ലതാണ്. അപ്പൊ ഈ 3 ഇതും കൂടെ ആയിട്ടാണ് മുഖത്ത് തേക്കേണ്ടത്. ഒരു സ്ക്രബിങ് എഫക്റ്റിന് വേണ്ടിയിട്ട് റബ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഒരു ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് ചെയ്യുന്നില്ല എന്ന് മാത്രം. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ കാര്യമാണ്. മുടിയിൽ ഞാൻ ഇടയ്ക്ക് നമ്മുടെ കറ്റാർവാഴയില് കറ്റാർവാഴ ഒന്ന് പീൽ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളില് ആ പൾപ്പ് എടുത്തിട്ട് തലയോട്ടിയിൽ തേക്കാറുണ്ട് കേട്ടോ. അത് ഇന്ന് ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഞാനത് പറഞ്ഞു നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തതാണ്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് മുഖമൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാനിതൊന്ന് മുഖം നനച്ചിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തേച്ച് കൊടുക്കാം. തേച്ച് കഴിഞ്ഞ മുഖമൊക്കെ ഈ വികൃതായ പോലെയൊക്കെ ഇരിക്കും, എന്ത് ചെയ്തി വരും. പക്ഷെ ഇതൊക്കെ നോർമൽ അല്ലേ. നമ്മളെല്ലാ വീടുകളിലും നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ മഞ്ഞളൊക്കെ ഇട്ട് നമ്മള് ഇങ്ങനെ നൗടി നടക്കും. അന്നൊന്നും അത് നാണക്കേടായിട്ടൊന്നും ഫീൽ ചെയ്തിരുന്നില്ല. ഇപ്പോഴും എനിക്ക് നാണക്കേടൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. പക്ഷെ
എൻ്റെ മോനൊക്കെ പറയും നമ്മൾ ചെയ്ത് പുറത്തിറങ്ങരുതൊക്കെ പറയും. പക്ഷെ എനിക്കൊന്നും ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. എൻ്റെ തുണി അലക്കിയത് ആയി, എനിക്കിനി പുറത്ത് കൊണ്ടുപോയിടണം. പക്ഷെ ഇത് നോക്കി വെച്ച് കഴിഞ്ഞാൽ ഇടാൻ പറ്റിയതെന്ന് ഞാൻ ആലോചിച്ച് കുറച്ചു നേരം എന്ത് ചെയ്യുന്നത്. അത് തുണി ഇട്ടിട്ട് നമുക്ക് തയ്ച്ചാൽ മതി. എൻ്റെ മൊബൈൽ ചാർജ് കഴിയാറായി. അപ്പോൾ വേഗം എടുത്ത് കഴിക്കാം. ജസ്റ്റ് ഒരു സ്ക്രബിങ് ഒരു മോഷനിൽ കൊടുക്കാം. ഒരു റൗണ്ട് ഉണ്ട് മോഷനിൽ കേട്ടോ. ചിലവരിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പറയും, ചിലരെന്നല്ല എനിക്ക് തന്നെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ അടുത്ത്, ഇത്രയ്ക്ക് തേച്ചിട്ട് നിന്റെ മുഖത്തിന് ഇത്രയും വ്യത്യാസമുള്ളൂ. അതേ വ്യത്യാസമുള്ളൂ, പക്ഷെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ മുഖത്തിനും എൻ്റെ കളറിനും എൻ്റെ രൂപഭംഗിക്കൊക്കെ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. അതാലോചിച്ച് മറ്റുള്ളവർ ഭയങ്കര കോൺഷ്യസ് ആണ് നമ്മളെ പറ്റി ആലോചിച്ചിട്ട് എന്ത് ചെയ്യും, അയ്യോ നമ്മളിങ്ങനെ തടി വെച്ചതാണല്ലോ, കറുത്തതാണല്ലോ, ഇങ്ങനെ നമ്മൾ ഫാഷനബിൾ ആയിട്ട് നടക്കുന്നില്ലല്ലോ, അതാലോചിച്ച് ഭയങ്കര മറ്റുള്ളവർ കോൺഷ്യസ്. പക്ഷെ ഞാൻ അതിനെ പറ്റി ബോധർ ചെയ്തില്ല. ഞാൻ എന്നിൽ തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുന്നത്. ഇങ്ങനെ എന്താ പറയാ, ഇതൊക്കെ ചെയ്ത് കാണിക്കുമ്പോൾ എനിക്കൊരു ലോ ഫീസ് തോന്നുന്നില്ല. നമ്മുടെ മൂക്കിന്റെ ഈ സൈഡ് ഭാഗം ഇതൊക്കെ എല്ലാ കുട്ടികൾക്കും അറിയണം, പക്ഷെ അറിയുന്നതായിരിക്കും. പക്ഷെ എൻ്റെ പ്രായം ഒരു 40 എബോവ് ആയ ആൾക്കാർക്ക്, ഇപ്പൊ എനിക്ക് 42 ആയിട്ടുണ്ട്. അപ്പം 40 എബോവ് ആൾക്കാർ എന്ത് ചെയ്യും, ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. കാരണം വെച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. പേരൊക്കെ നമുക്ക് കയ്യിൽ നിന്ന് വിട്ടുപോയിണ്ടാവും. പിന്നെ ഇപ്പോഴേ കയ്യിൽ നിന്ന് വിട്ടുപോയി. പക്ഷെ നമ്മളിപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ട് നമ്മൾ സ്കിന്നൊക്കെ നല്ലതായിട്ട് നമുക്കിങ്ങനെ നോക്കാൻ പറ്റും. ഇത് തേച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് കഴുകി കളയാം കേട്ടോ. ഇതാണ് ഇന്നത്തെ സെക്കൻഡ് വൺ. അപ്പൊ നമ്മുടെ മുഖത്തെ ഇതൊക്കെ കഴുകി കളഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ചു. ചാർജ് ഒട്ടും ഉണ്ടായിരുന്നില്ല, ചാർജ് ചെയ്യാൻ വെച്ചു. മുഖം കഴുകി കഴിഞ്ഞിട്ട് കുറച്ച് നേരമായിട്ടാ. ഇതിപ്പോ ഞാൻ മുഖം കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഞാൻ ആ നേരം കൊണ്ട് മൊബൈൽ ചാർജ് ചെയ്തു. ഇനി ഞാൻ മുഖം നന്നായി തുടച്ചു നാട്ടാം. ജസ്റ്റ് നിങ്ങളൊന്ന് കാണാൻ വേണ്ടി ഒന്ന് തുടയ്ക്കാം. ഞാനിങ്ങനെ ഒന്നും ഇത്രയും സോഫ്റ്റ് ആയിട്ടും തുടയ്ക്കാതൊന്നുമില്ല. ഇനി ഞാൻ മുഖത്ത് ഒരു വെളിച്ചെണ്ണ തേക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയല്ല, നമ്മുടെ ഇത് നാൽപ്പാമരാതി. ഇതാ കാണാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്. ഇത് ഞാൻ നാൽപ്പാമരാതി കേരത്തൈലം, ഇത് ഞാൻ മുഖത്ത് കുറച്ച് എടുത്തിട്ട് ഞാൻ മുഖത്ത് എല്ലാവരും തേക്കും. പിന്നെ ഇത് തേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, നിങ്ങൾ നല്ല മുഖത്ത് കുരുവുള്ള ആൾക്കാരാണെങ്കിൽ തേക്കണ്ട. പിന്നെ നിങ്ങൾ ഇത് തേച്ച ഉടനെ തന്നെ വെയിലത്ത് പോകണ്ട. ഇത് കട്ടിയായിട്ട്, അതായത് കുറുക്കിയെടുത്ത എണ്ണയാണ്. അതുകൊണ്ട് രശ്മിനെ പെട്ടെന്ന് തേറ്റെടുക്കും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ തേക്കുമ്പോൾ മിക്കതും ഒരു വൈകുന്നേരം കുളിക്കുന്ന സമയത്ത് തേക്കായിരിക്കും ബെസ്റ്റ്. ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കാലത്ത് തേച്ചോന്നേ ഉള്ളൂ. പക്ഷെ നന്നായിട്ട് സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു സൺസ്ക്രീൻ ലോഷൻ എന്തായാലും തേക്കില്ല കേട്ടോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അധികം സമയം മുഖത്ത് വെച്ചിരിക്കേണ്ട. ഒരു 10-15 മിനിറ്റ് ഒക്കെ വെച്ചിരുന്നതിന് ശേഷം കുളിക്കാം. ഇത് കൈ കാലിലും മുഖത്തും നമ്മുടെ എക്സ്പോസ് ചെയ്യുന്ന സ്ഥലങ്ങൾ, അതായത് കഴുത്ത്, അവിടെയൊക്കെ തേച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേഗം കുളിക്കുക. സാധാരണ ചൂടുവെള്ളത്തിൽ, ചെറിയ ലൈറ്റ് ചൂടുവെള്ളത്തിൽ കുളിക്കുക. എന്നാലേ ഈ കട്ടിയായിട്ടുള്ള എണ്ണയൊക്കെ പോകുള്ളൂ. ഇത് ഞാൻ പറഞ്ഞു തരുന്ന കേട്ടോ. പക്ഷെ ഞാനിത് തേക്കാൻ തുടങ്ങിയിട്ട് ചെറുപ്പത്തിലൊക്കെ നന്നായി തേച്ചിരുന്നു. ഭാവി ഉണ്ടാവുന്ന സമയത്ത് നന്നായി തേച്ചിരുന്നു. അതിനുശേഷം കുറെ കാലം തേച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തതാ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ സൺസ്ക്രീൻ തേക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ നമുക്കിത് തേക്കാം. നേരത്തെ നമ്മൾ പേസ്റ്റും ഇതൊക്കെ ആയിട്ട് മുഖത്തിട്ടില്ലേ, അതിന്റെ കൂടെ തന്നെ ഞാൻ കയ്യിലൊക്കെ പരട്ടിയിട്ടാ. ഈ കൈയിന്റെ ഇവിടേക്കുള്ള കറുത്ത കളറൊക്കെ ഒന്ന് കുറച്ചതായിട്ട് കുറയാൻ വേണ്ടിയിട്ട് അതൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിത് കുറച്ചെടുത്തിട്ട് മുഖത്ത് തേക്കാം. നമ്മളെ കുറച്ച് കയ്യിൽ നിന്ന് ഇങ്ങനെ റബ് ചെയ്യാം. കയ്യിന്റെ ഒരു ചൂടുണ്ട് ഇതിന്. അപ്പൊ ഈ എണ്ണ ലൂസാകും. റബ് ചെയ്യുമ്പോൾ ഒരു ചൂടുണ്ടാവും. ആ ചൂടില്ല നല്ലത്. പുറത്ത് നമ്മുടെ ഗ്യാസിലൊന്നും വെച്ച് ചൂടാക്കണ്ട കേട്ടോ. കയ്യിന്റെ ആ ചൂടിലുള്ള ചൂടായതിനു ശേഷം മുഖത്ത് തേക്കാം. ചെവി മറന്നുകൊണ്ടാക്കാം. എന്റെ ചെവിയൊക്കെ എന്റെ മുഖത്തിലേക്കും ഡാർക്കാണ്. കൈയും കാലൊക്കെ ഭയങ്കര ഡാർക്കാണ്. ഒരിക്കൽ ഞാൻ ഷോർട്സിൽ, സാധാരണ ഷോർട്സ് കൂടുതലും ഇടണത്,
ഡാൻസ് ഒക്കെയാണ് ആള്. ഞാൻ കുറച്ച് അത്യാവശ്യം ഡാൻസ് കളിക്കും, പാട്ടുപാടൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു ചാനൽ തന്നെ തുടങ്ങിയത്, എന്റെ ഇഷ്ടങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ കുഴപ്പമില്ലാത്ത രീതിയിൽ മാന്യമായ ഡ്രസ്സൊക്കെ ഇട്ടൊക്കെ തന്നെയാണ് ഞാൻ ഡാൻസ് ഒക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഒരിക്കൽ ഒരു ഡാൻസ് ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്നൊരു കമന്റ് ആയിരുന്നു, എനിക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതെന്ന് അറിയാലോ. അതിൽ നിന്ന് തന്നെ ആരൊരാള് എൻ്റെ കാലിന്റെ കുറച്ച് ഭാഗം, അപ്പൊ കാല് കറുത്തിട്ടാണ്. അപ്പൊ ഞാൻ ആലോചിക്കുക, നമ്മള് എത്ര നന്നായി നമ്മൾ ഒരു സാധനത്തെ പ്രസന്റ് ചെയ്താലും അതിനെ കുറ്റം പറയാൻ ആൾക്കാരുണ്ടാവുന്നത്. അപ്പൊ അതിന്റെ അടിയിൽ ലാവ ലക്ക്, അപ്പൊ ലാവ ഒരുക്കി വരുമ്പോ അത് കറുത്ത കളറാകും. ലാവ ലക്ക് ആദ്യം കണ്ടോടെ എനിക്ക് ഭയങ്കര സങ്കടം, എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. എന്തായിരിക്കും ഉദ്ദേശിക്കാൻ, എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അങ്ങനെ എന്റെ കാലിലോട്ട് നോക്കുമ്പോ കാലിനെ കറുത്ത കളറിൽ കാണുന്നുണ്ട്. എന്തായിരിക്കും ഒരു ഉദ്ദേശം ഉണ്ടാവും, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായത് ലാവ, ലാവ ഒഴുകി കഴിയുമ്പോ റെഡ് കളറും അത് ഒഴുകി കഴിയുമ്പോ കറുത്ത കളറും, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് മനുഷ്യന്മാരുടെ ഒരു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ എങ്ങനെയാ നിങ്ങൾക്കൊക്കെ കമന്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ആലോചിക്കും. എന്തായാലും ഇപ്പോഴും നമ്മൾ ആരെയും ശ്രദ്ധിക്കാതെ നമ്മൾ ജീവിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് ഭയങ്കര നാട്ടുമ്പുറത്ത് ജനിച്ചു വളർന്നതായതുകൊണ്ട് അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ട്. എന്നാലും കുറച്ചൊക്കെ ഇനിയെങ്കിലും നമുക്ക് വേണ്ടി ജീവിക്കണ്ടേ, നമുക്ക് വേണ്ടി നമ്മൾ ഈ ഭൂമിയിലിരിക്കും, നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളാണ് ഞാൻ. കൂടി എണ്ണ തേച്ചുവിട്ടിട്ടു മുഖത്ത് വെച്ചപ്പോ കയ്യിൽ വെച്ചപ്പോ എണ്ണ പോകും. നമ്മൾ വിചാരിക്കും നമ്മൾ കയ്യിലെടുക്കുമ്പോൾ കൈ എണ്ണ അബ്സോർബ് ചെയ്യുകയാണ്, കൈ അധികം അബ്സോർബ് ചെയ്യില്ല കേട്ടോ. കാരണം വെച്ചാൽ കൈയിന്റെ സ്കിന്ന്, കൈയിന്റെ ഉള്ളിനടിയിലെ സ്കിന്ന് ഭയങ്കര ഹാർഡാ, അപ്പോൾ പെട്ടെന്ന് ഇത് അബ്സോർബ് ചെയ്യില്ല. പക്ഷെ നമ്മുടെ മുഖത്ത് സ്കിന്ന് സോഫ്റ്റാ, അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അപ്പൊ കയ്യിൽ ചൂടാക്കിയതിന് ശേഷം ഇതാണ് കഴിക്കുക. കയ്യിലൊക്കെ തയ്ക്കാം, കാലുമൊക്കെ തയ്ച്ചതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കും. ഇതാണ് എൻ്റെ ആകെ കൂടിയുള്ള കുറച്ച് ഇത്. ഈ ഒരു കാര്യം കൂടി ചെയ്യും, അത് ഇതിന് ശേഷം ഞാൻ നമുക്ക് കുളി കഴിഞ്ഞതിന് ശേഷമൊക്കെ കാണിച്ചു തരാം. പിന്നെ ദിവസം 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം കേട്ടോ. അപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം, ഇപ്പോൾ ഇത് 3ാമത്തെ ഗ്ലാസ് വെള്ളം ഇപ്പോൾ കുടിക്കണം. അതുപോലെ തന്നെ നിങ്ങളും വെള്ളം കുടിക്കണം കേട്ടോ, നന്നായി വെള്ളം കുടിക്കണം. നാട്ടിലൊക്കെ ഭയങ്കര ചൂടല്ലേ, വെള്ളം നന്നായി കുടിക്കണം. സാധാരണ ചൂടുള്ള വെള്ളം കുടിക്കുക. അതായത് ഞാൻ സാധാരണ തണുത്ത വെള്ളമല്ല, നല്ല പൈപ്പ് വാട്ടറാണ് ഞാൻ കുടിക്കാറ്. ഇപ്പൊ ഫിൽറ്ററൊന്നും തന്നെ വെള്ളമില്ല, അങ്ങനെ കുടിക്കുക. ഈ ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുടിച്ചൊന്നും ഫീൽ ചെയ്തില്ല, ചിലർക്ക് അങ്ങനെയാണല്ലോ. അങ്ങനെയുള്ള ഒരു ടൈപ്പ് ആളാണ് ഞാൻ സാധാരണ വെള്ളം കുടിക്കുക. ഇതൊക്കെ സെൽഫ് കെയറിന്റെ ഒരു ഭാഗമാട്ടാ. നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാറോ, അതിന്റെ ഒരു ഭാഗമാണ്. ഇത് നമുക്ക് കുളി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. മുടിയിൽ എന്ത് ചെയ്യണം, മുഖത്ത് എന്ത് ചെയ്യണം, ചുണ്ടിൽ എന്ത് ചെയ്യണം, അതൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ. ഇത് പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പതുക്കെ പതുക്കെ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. എന്റെ പ്രായമുള്ള ആൾക്കാരുണ്ട്, കുഞ്ഞു കുട്ടികളുടെ അടുത്ത് ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ അവർക്കൊക്കെ ഇഷ്ടംപോലെ നല്ല നല്ല ചാനലുകൾ, പുതിയ പുതിയ അറിവുകൾ ഉണ്ടാവും, പ്രോഡക്ട്സ് ഉണ്ടാവും ഇഷ്ടംപോലെ. പക്ഷെ നമ്മളെ പോലെ സാധാരണ ആൾക്കാരൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് കുളി കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഇങ്ങനെ കുറെ നമ്മൾ എണ്ണയൊക്കെ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ ആയിട്ടാണ്. പിന്നെ കുളിക്കുമ്പോൾ ഈ ഇത് ഉപയോഗിക്കാം, എന്താണ് സ്ക്രബ്ബർ എന്തെങ്കിലും ഉപയോഗിച്ചത് വെച്ച് പോത്തെ ചകിരി എന്തെങ്കിലുമൊക്കെ ഇട്ട് കുളിച്ചു കഴിഞ്ഞാൽ അതിലും കൂടുതൽ സുഖമായിരിക്കും. ഇനി നെക്സ്റ്റ് ഞാൻ എൻ്റെ മുഖത്തൊന്നൊരു മോയ്സ്ചറൈസിങ് ക്രീമും ലിപ് ബാമും തേക്കും. അത് മാത്രമാണ് ആകെ കൂടിയുള്ള ചെയ്യുന്ന കാര്യങ്ങൾ. അതേതാണെങ്കിലും കാണിച്ചു തരാം. ഞാൻ വന്ന് തൊഴുത് കഴിഞ്ഞാൽ പിന്നെ ലിപ് ബാം, ഇതിപ്പോ സെബാമെന്റില്ല, കുഞ്ഞു കുട്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം, അത് ആക്കും, അത് തേക്കൂട്ട. ഞാൻ ഒരു മോയ്സ്ചറൈസിങ് ക്രീം തേക്കാറുണ്ട്. അത് വാസിലിനോ അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഒരു ഇതാണ് മോയ്സ്ചറൈസിങ് ക്രീം. ഇത് ഏതെങ്കിലും ഒരെണ്ണം തേക്കും. ഇത്ര എടുക്കും. കൈയുടെ അകത്ത് നന്നായി റബ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസിങ് ക്രീം നമ്മൾ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കൈൻ്റെ ഉള്ളിൽ ഉള്ള നടിയിൽ കയ്യിൽ മൊത്തം റബ് ചെയ്തതിന് ശേഷം എല്ലാ ഭാഗത്തും ഈ വെള്ളി നമുക്ക് തേക്കാനായിട്ട് പറ്റും. കയ്യിൽ തേക്കാൻ മറ്റേ വാസലിന്റെ അതും തേക്കാം. പിന്നെ നിവ്യയുടെ ഈ സോഫ്റ്റ് ഇത് നല്ലതാട്ടോ. കാരണം ചെറിയ കൈയും കാലൊക്കെ ഭയങ്കര ഡ്രൈ ആ, അത് തേക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും പിന്നെ ഒരു അധികം ഇങ്ങനെ ക്രാക്ക് ആയിട്ടും നമ്മുടെ കാലിന്റെ സൈഡിലൊന്നും ഈ പൊട്ടലൊന്നും ഉണ്ടാവില്ല.
നല്ലതാണ് ഇത്. അല്ലെങ്കിൽ ഇതര ബ്ലൂ കളർ ഇല്ലേ, അതും നല്ലതാണ്. ഇത് നല്ലതാണ്. ഇപ്പൊ ഇങ്ങോട്ടതൊക്കെ ഒന്ന് ഫ്രീ അങ്ങനെ വെച്ചിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ എടുത്ത് നോക്കിയപ്പോൾ നല്ലതായിരുന്നു കേട്ടോ. ഇതങ്ങനെ സ്റ്റിക്കി ആവണ ഇത് സൈസ് ഒന്നുമല്ല. കൈയും കാലൊക്കെ നല്ല ഡ്രൈ ആയ കാരണം നമുക്ക് തയ്ക്കാനായിട്ട് പറ്റും. ഇത് കണ്ട ഇതേ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണേ. അധികം മാത്രമല്ല അധികം തിക്കല്ലാത്തൊരു ഇതാണ്. അത് കാരണം വെച്ച് നമുക്ക് കൈ ഒട്ടി പിടിക്കില്ല. അതെടുത്തിട്ട് കുറച്ച് കാലിന് മേലൊക്കെ തയ്ക്കാം കേട്ടോ. കയ്യില് അങ്ങനെ എണ്ണമയം പോലെ ഒന്നും തോന്നില്ല. ഭയങ്കര ഭയങ്കരമായിട്ടിരുന്നു. പിന്നെ ഒരു കുടികളും തൊട്ട് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഞാൻ ആഴ്ചയിൽ ഞാൻ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ചിറ്റാറ്റ് സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ല കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയും ചിലപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് ഉണ്ടാവും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും